Dear students, welcome to the class of non-destructive testing. Here we will be discussing the topics visual perspection, light sources and spatial lighting. First topic, visual perception. Visual perspection is the ability to see and interpret visual information that surrounds us. That is, visual perspection is the ability to interpret the surrounding environment using the light reflected by the object in the environment. എന്താണ് വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്? അതിനു മുമ്പേ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഒരു ഒബ്ജക്റ്റ് നമുക്ക് എപ്പോഴാണ് വിസിബിൾ ആവുന്നത്? ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മളെ ഐയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ വിസിബിൾ ആവുന്നത്. ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിനെ സീ ചെയ്യുന്നത് മാത്രമാണോ വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്? അല്ല. വിഷ്വൽ പെർസ്പെക്ഷൻ എന്താ? എബിലിറ്റി ടു സീ ആൻഡ് ഇൻ്റർപ്രറ്റ് ദി വിഷ്വൽ ഇൻഫർമേഷൻ ദാറ്റ് സറൗണ്ട്സ് അസ് ആണ്. ഇൻ്റർപ്രറ്റ് എന്താണ്? അനലൈസ് ആൻഡ് ഗിവ് മീനിങ് ടു. അതായത് ഈസ് വിഷ്വൽ പെർസ്പെക്ഷൻ ഈസ് സിംപ്ലി സീയിങ് ഓർ റിസീവിങ് വിഷ്വൽ ഡാറ്റ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ? ഒരിക്കലുമല്ല. വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിനെ സീ ചെയ്യുന്നത് മാത്രമല്ല, വേറെ അതിലെന്താ അധികമായിട്ട് വരുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ഗിവിങ് വിഷ്വൽ ഇൻഫോർമേഷൻ ബാക്ക് സം മീനിങ്. നമ്മൾ കാണുന്നതിന് അതിന് ഒരു മീനിങ്ങും കൂടെ അസൈൻ ചെയ്യുന്നത്, അതാണ് ആക്ച്വലി വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മളെ ഐയുടെ മാത്രം പവറല്ല, എഴുതും കൂടെ വരും, ബ്രെയിനിൻ്റെ എഫേർട്ടും കൂടെ അതിൽ വരുന്നുണ്ട്. അതായത് വിഷ്വൽ പെർസ്പെക്ഷൻ റെഫേഴ്സ് ടു ബ്രെയിൻസ് എബിലിറ്റി ടു മേക്ക് സെൻസ് ഓഫ് വാട്ട് ദി ഐ സീ ആൻഡ് പ്രോസസ്സിങ് ദാറ്റ് വിഷ്വൽ ഇൻഫർമേഷൻ. അതിൻ്റെ മീനിങ് എന്താണ്? ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ്, നമ്മളെ സറൗണ്ടിങ്ങിലെ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് മാത്രമല്ല വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്. ആ കാണുന്നതിനെന്താണ്? ഒരു മീനിങ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രട്ടേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. അതാണ് എന്ത് പറയുന്നത്? വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് മാത്രമല്ല അത്. ഇനി നമ്മൾ NDT-ലോട്ട് വരുന്ന സമയത്ത് വിഷ്വൽ പെർസ്പെക്ഷൻ അങ്ങനെ പറയാം. In NDT, visual perception can be viewed as the interpretation of impressions transmitted from retina of the eye to the brain in terms of information about the specimen which is examined. ഒരിക്കലും നമ്മുടെ ഡെഫിനിഷൻ നോക്കാം. Visual perception can be viewed as interpretation of impressions in terms of information about the specimen which is examined. ഈ ഒരു സെൻറ്റൻസ് തൽക്കാലം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് എന്താണ്? നമുക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി പറ്റുന്ന ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? റെറ്റിനയിൽ ഫോം ചെയ്യും. അവിടെ നിന്ന് ബ്രെയിനിലോട്ട് സിഗ്നൽ പോയി അതിനുശേഷം നമുക്ക് അതിൻ്റെ ശരിക്കും കണ്ടിട്ട് ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. അത് ബയോളജിക്കലായിട്ട് വരുന്നത്. ജസ്റ്റ് അത് വിട്ട് നമുക്ക് NDT-യിലെ ടേംസിൽ നോക്കുന്ന സമയത്ത് എന്താണ്? കാണുന്ന സാധനത്തിന് ഒരു സർഫസ് എക്സാമിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതിനൊരു ഇൻ്റർപ്രട്ടേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്, അതാണ് NDT-യുടെ ടേംസിൽ വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഒരു ട്രെയിനിൻ്റെ വീൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു. ജസ്റ്റ് ആദ്യം സീ ചെയ്യുന്നു. വിഷ്വൽ പെർസ്പെക്ഷൻ ഇല്ല. അതിനുശേഷം അതിലെന്താണ്? ഒരു സർഫസിലൊരു ഡിസ്കണ്ടിന്യൂറ്റി കാണുന്നു. ആ കാണുന്ന സമയത്ത് എന്താണ്? എനിക്ക് മനസ്സിലായി അവിടെ എന്താണ്? ഒരു കളർ ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു തെർമൽ ഡാമേജ്, ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഒരു തെർമൽ ഡാമേജ് എവിടെ ഉണ്ട് എന്ന് അത് കാണുന്ന സമയത്ത് മനസ്സിലായി. ഓക്കെ, അവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തു. ആ ഒരു ഇംപ്രഷൻ കണ്ട സമയത്ത്, അല്ലെങ്കിൽ സർഫസിലൊരു ഡിസ്കണ്ടിന്യൂറ്റി കണ്ട സമയത്ത് എന്താണ്? എനിക്ക് ആ ഒരു ഇംപ്രഷൻ കണ്ട സമയത്ത് അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റി. ഏതിൻ്റെ ടേംസിൽ? ഇൻ ടേംസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പെസിമെൻ വിച്ച് ഈസ് എക്സാമിൻഡ്. ആ എക്സാമിൻ ചെയ്യുന്ന സ്പെസിമെനെ കാണുന്ന ഒരു ഇംപ്രഷനെ പറ്റിയിട്ട് എനിക്കെന്താണ്? ഒരു ഇൻ്റർപ്രിട്ടേഷൻ അതിന് കൊടുക്കാൻ വേണ്ടി പറ്റി. അതാണ് ശരിക്കും NDT-യിൽ വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സീ ചെയ്യുന്നത് മാത്രമല്ല വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്. ആ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കണമെങ്കിൽ എന്താണ്? അതിനൊരു എന്തായാലും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഡിഫക്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത്, വിഷ്വൽ പെർസ്പെക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വിഷൻ അക്യൂറ്റി. വിഷൻ അക്യൂറ്റി റെഫേഴ്സ് ടു ഹൗ ക്ലിയർലി എ പേഴ്സൺ സീ. അതായത് ഒരാളെ വിഷ്വൽ പെർസ്പെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? വിഷൻ അക്യൂറ്റിയാണ്. മീൻസ് എത്ര ക്ലിയർ ആയിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതാണ് വിഷൻ അക്യൂറ്റി എന്ന് പറയുന്നത്. നമ്മൾ 20/20 വിഷൻ എന്നൊക്കെ പറയുന്നതാണ് അത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? എ പേഴ്സൺ ക്യാൻ ഹാവ് പ്രോബ്ലം വിത്ത് വിഷ്വൽ പെർസെപ്ച്വൽ പ്രോസസ്സിങ് ഈവൺ ഇഫ് ദേ ഹാവ് 20/20 വിഷൻ. അതായത് ഒരാൾക്കൊരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അയാൾക്ക് 20/20 വിഷൻ ഉണ്ട്. പക്ഷേ വിഷ്വൽ പെർസ്പെക്ഷൻ
അത് 100% ഉണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, ജസ്റ്റ് കാണുന്നത് മാത്രമല്ല വിഷ്വൽ പെർസ്പെക്ഷൻ, ആ കാണുന്നതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവും കൂടിയാണ് വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് അതാണ്. ജസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനെപ്പറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്നാൽ മാത്രമേ അയാൾക്ക് എക്സലൻറ്റ് വിഷ്വൽ പെർസ്പെക്ഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ശരിക്കും ഐയുടെ മാത്രമല്ല ഐ പ്ലസ് ബ്രെയിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഈ വിഷ്വൽ പെർസ്പെക്ഷൻ വരുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ വിഷ്വൽ പെർസെപ്ഷൻ. ഫസ്റ്റ് വൺ, റെക്കഗ്നൈസിങ് ഓർ അക്സെപ്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഡിഫക്റ്റ് ഇൻ ദ സ്പെസിമെൻ. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈയിങ് ഇറ്റ്. തേർഡ് വൺ, ലൊക്കേറ്റിംഗ് ദ ഡിഫക്റ്റ് ഓഫ് ദി സ്പെസിമെൻ. ഫോർത്ത് വൺ, നോട്ടിംഗ് ഇറ്റ്സ് റിലേഷൻ ടു ദി സർഫസ്. ഫിഫ്ത്ത് വൺ, ഐഡൻറ്റിഫൈയിങ് ഇറ്റ് ഫീച്ചേഴ്സ് ലൈക്ക് സൈസ്, ഷേപ്പ്, കളറ്. ഇതിൽ ഫസ്റ്റത്തെ എന്താണ്, റെക്കഗ്നൈസിങ് അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഡിഫക്റ്റ് ഇൻ എ സ്പെസിമെൻ. ഒരു സ്പെസിമെനിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോഴാണ് അംഗീകരിക്കാൻ വേണ്ടി പറ്റുക? ഒരു ഗിയറിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ആ ഗിയർ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, ജസ്റ്റ് അൺവാണ്ടഡ് സൗണ്ട്സ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സൗണ്ട്സ് അതിൽ കേൾക്കുന്നുണ്ട്. അത് സർവീസിൽ വരുന്ന സമയത്ത് അതിൻ്റെ മീനിങ് എന്താ, അതിൽ ചിലപ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരിക്കാം. ആ ഡിഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതിന് ശേഷം എന്താണ്, ആ ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ മനസ്സിലാവുന്നതായിരിക്കും എന്താണ് ആ ഡിഫക്റ്റ് എന്ന്. ചിലപ്പോൾ എന്താ, എൻ്റെ ടീത്തിന് ക്രാക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടീത്ത് ഡാമേജ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടീത്തിൻ്റെ ഷേപ്പിന് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും, എന്തൊക്കെ ആവും. ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിന് ശേഷം എന്താണ്, ആ ഡിഫക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നു. എവിടെയാണ് ആ സ്പെസിമെനിൽ എവിടെയാണ് ഡിഫക്റ്റ് എന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്താ, അതിൻ്റെ സർഫസ് ആയിട്ടുള്ള റിലേഷൻ, അതേപോലെ അതിൻ്റെ സൈസ്, ഷേപ്പ്, കളറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വിഷ്വൽ പെർസ്പെക്ഷനിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ലൈറ്റ് സോഴ്സസ്. ദ ഇൻസ്പെക്ഷൻ സർഫസ് ഇലൂമിനേഷൻ ഈസ് ഓഫ് എക്സ്ട്രീം ഇമ്പോർട്ടൻസ്. Adequate illumination level should be established in order to ensure effective visual inspection. ഇത് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞാണ് ലൈറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഒരു സർഫസ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അഡിക്വേറ്റ് ലൈറ്റ്സ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അഡിക്വേറ്റ്ലി അത് ഇല്ലൂമിനേറ്റ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ വിഷ്വൽ ഇൻസ്പെക്ഷൻ, ആ സർഫസിൻ്റെ വിഷ്വൽ ഇൻസ്പെക്ഷൻ പോസിബിൾ ആവുള്ളൂ. അപ്രോപ്രിയേറ്റ് ലൈറ്റ് സോഴ്സസ് അവിടെ അവൈലബിൾ അല്ലെങ്കിലോ ആ സർഫസിനെ എക്സാമിൻ ചെയ്യാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഇഫ് ദി അപ്രോപ്രിയേറ്റ് ലൈറ്റിംഗ് ഈസ് നോട്ട് അച്ചീവ്ഡ്, എനി എമൗണ്ട് ഓഫ് മാഗ്നിഫിക്കേഷൻ ഈസ് നോട്ട് ഗോയിങ് ടു ഇംപ്രൂവ് ദ ഇമേജ്. ഇനി എത്ര എക്സലൻറ്റ് മാഗ്നിഫിക്കേഷൻ പവറിലെ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ലൈറ്റ് ഇല്ലെങ്കിലോ ഒരു കാര്യമില്ല. എന്താണ് കിട്ടുന്ന റിസൾട്ട്, എന്തായിരിക്കും, റോങ് റിസൾട്ടായിരിക്കും. ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ദി ടെസ്റ്റ്. ദ ലൈറ്റ് സോഴ്സസ് ആർ ക്ലാസിഫൈഡ് ആസ് കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സ് ആൻഡ് നോൺ കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സ്. കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സ് നെയിം കണക്കിനാണ് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് അവൈലബിൾ ആയിരിക്കും. നോൺ കണ്ടിന്യൂസ് ആയിട്ട് എന്തായിരിക്കും, ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൽ ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സിൽ ഫസ്റ്റ് വൺ, ഫ്ലാഷ് ലാമ്പ്. ഇറ്റ് ഈസ് എ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ബൾബ് വിത്ത് എ ബാറ്ററി സപ്ലൈ അപ് ടു 12 volt. ഇറ്റ് ഈസ് പോർട്ടബിൾ ആൻഡ് ഈസി ടു യൂസ്. ഇത് ഫ്ലാഷ് ലാമ്പ് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, പോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാറ്ററി സപ്ലൈ വർക്ക് ചെയ്യുന്നത് മാക്സിമം അപ് ടു 12 volt വർക്ക് ചെയ്യുന്ന ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ബൾബ്. സെക്കൻഡ് വൺ, ഇൻകാൻഡിസെൻ്റ് ലാമ്പ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് ഓൾഡസ്റ്റ് ടെക്നോളജിയാണ് ലൈറ്റിങ്ങിൽ വരുന്നത്. ആൻ ഇൻകാൻഡിസെൻ്റ് ബൾബ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻകാൻഡിസെൻസ്, എ ജനറൽ ടേം മീനിങ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻകാൻഡിസെൻസ് ആണ്. അതെന്താണ്, ഹീറ്റ് ചെയ്തിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിന് എന്താണ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇൻകാൻഡിസെൻ്റ് ലാമ്പിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ഇൻകാൻഡിസെൻ്റ് ലാമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കമ്പോണൻ്റ് എന്തൊക്കെയാണ്, ഒരു ബൾബുണ്ട്, അത് കൂടാണ്ട് എന്തായില്ലേ, ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ 2 സപ്പോർട്ട് വയർ ഉണ്ട്, പിന്നെ ലീഡ് വയേഴ്സ്, ബാക്കി ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആണ്. In an incandescent type of bulb, an electric current is passed through a thin tungsten filament, thus heating the filament until it glows and produces light. എന്താ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഈ തിൻ ടങ്സ്റ്റൺ ഫിലമെൻ്റ് എന്ത് ചെയ്യും, അത് ഹീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഹീറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തുന്ന സമയത്ത് എന്താണ്, അത് ഗ്ലോ ചെയ്യുകയും ചെയ്യും, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. The most widely used filament material is tungsten, which is having a melting point of 3400 degree centigrade. നോർമലി ഉപയോഗിക്കുന്ന ആ ഫിലമെൻ്റ് ഏതാണ്, ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 3400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്.
പിന്നെ ഇതിൽ ഇൻകാൻഡസെൻറ്റ് ലാമ്പിലൊരു പ്രത്യേകത എന്താണ്, ആ ബൾബ് പെട്ടെന്ന് നശിച്ചു പോകും. ഇതിൻ്റെ കാരണമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദ ഗ്ലാസ് ബൾബ് ഈസ് യൂഷ്വലി ഫിൽഡ് വിത്ത് ഇനർട്ട് ഗ്യാസ് ലൈക്ക് ആർഗൺ. ഇനർട്ട് ഗ്യാസസ് ആർ യൂസ്ഡ് ടു മിനിമൈസ് ദ ഇവാപ്പറേഷൻ ഓഫ് ഫിലമെൻറ്റ് ഡ്യൂറിങ് സർവീസ് ഓഫ് ദി ലാമ്പ്. ഇവിടെ എന്താണ്, ഈ ഗ്ലാസിൻ്റെ ഉള്ളിലെന്ത് ആർഗൺ നിറച്ചിട്ടുണ്ടാവും. ആ ആർഗൺ എന്താണ് ഒരു ഇനർട്ട് ഗ്യാസാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ ടങ്സ്റ്റൺ ഫിലമെൻ്റ് എന്താണ് ഹൈ ടെമ്പറേച്ചറിലാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനൊരു ടെൻഡൻസി ഉണ്ട്. ആ ഇവാപ്പറേഷൻ റേറ്റ് കുറച്ചിട്ട് ബൾബിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്, ഇനർട്ട് ഗ്യാസായ ആർഗൺ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താ, ഈ ബൾബിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ലൈഫ് ടൈം ഓഫ് ദിസ് സോഴ്സ് ഈസ് ഷോർട്ട് ആസ് ദി ടങ്സ്റ്റൺ ഇവാപ്പറേറ്റ് സ്ലോലി കോസിങ് ദ ഫിലമെൻറ്റ് ടു ബ്രേക്ക്. ഈ നശിച്ചുപോയ ബൾബൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫിലമെൻറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ കാരണം എന്താണ്, അത് ഉപയോഗിക്കും തോറും ആ ഫിലമെൻറ്റ് എന്താണ് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അവസാനം അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആണ്. അവിടെ എന്താണ് ലൈറ്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്തത് ഡിസ്ചാർജ് ലാമ്പ്. When a suitable voltage is applied between two electrodes, an electric discharge is produced through the gas enclosed. The electric discharge when passed through the gas produces visible radiation. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്ലാസ് ട്യൂബ്, ഏറ്റവും ബേസിക് കൺസെപ്റ്റ് പറയാനാണ് വരച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താണ് വേപ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഗ്യാസ്, അതായത് ഇപ്പം സോഡിയം വേപ്പറിലാണെങ്കിൽ സോഡിയം വേപ്പേഴ്സ് ഉണ്ടാവും, മെർക്കുറി വേപ്പറിലാണെങ്കിൽ മെർക്കുറി വേപ്പേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെന്താ, 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കും, ഇവിടെ ഇലക്ട്രോൺ ഡിസ്ചാർജ് ഉണ്ടാവും. ആ ഇലക്ട്രോൺ ഡിസ്ചാർജ് ഇതിലെ ആറ്റംസുമായിട്ട് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ആറ്റംസ് അയണൈസ് ചെയ്യും. ആ ട്യൂബിലെ വേപ്പേഴ്സ് അയണൈസ് ചെയ്യുകയും ചെയ്യും. ആ അയണൈസ്ഡ് വേപ്പേഴ്സും അൺഅയണൈസ്ഡ് വേപ്പേഴ്സും ആ ഇലക്ട്രോൺസൊക്കെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്താകും, അതിൽ നിന്ന് വിസിബിൾ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ മെർക്കുറി വേപ്പർ ലാമ്പും സോഡിയം വേപ്പർ ലാമ്പും എന്തൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിളാണ്. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ്, ദേ ആർ റെയർലി യൂസ്ഡ് ആസ് ദ എമിറ്റ് ഓൺലി സെലക്റ്റീവ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഇതിൽ എന്താണ്, ഒന്നിക്കൽ സോഡിയം വേപ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മെർക്കുറി വേപ്പേഴ്സ്, അങ്ങനത്തെ ഇതാണ് നിറച്ചിട്ടുണ്ടാവുക. അത് ആ നിറക്കുന്ന ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കളർ ഉണ്ടാവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം വേപ്പറാണ് ഞാനിവിടെ നിറച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് യെല്ലോ കളറിലെ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നുണ്ടാവുക. മെർക്കുറി വേപ്പറാണ് നിറച്ചിട്ടുണ്ടെങ്കിലോ അത് വൈറ്റ് കളറിലെ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. മീൻസ് അവിടെ ഉള്ള ഗ്യാസ് അല്ലെ വേപ്പർ മാറുന്നതിനനുസരിച്ച് എന്താണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കളറും മാറും. അതുകൊണ്ടാണ് അതിൻ്റെ യൂസ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നത്. 4th one, fluorescent lamp. A fluorescent lamp tube is loaded with low pressure mercury vapor and argon gas. The inner surface of tube is coated with fluorescent phosphor coating and electrodes are placed at both ends. ഫ്ലൂറസെൻ്റ് ലാമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ബേസിക്കായിട്ട് ആ ട്യൂബിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്, മെർക്കുറി വേപ്പറും ഉണ്ട്, പിന്നെ ഒരു നോബൽ ഗ്യാസ് അതായത് ആർഗൺ ഗ്യാസ് ഉണ്ട്. പിന്നെന്താ, ഈ ട്യൂബിൽ എന്തുണ്ട്, ഈ ട്യൂബിൻ്റെ സർഫസിൽ ഫ്ലൂറസെൻ്റ് കോട്ടിങ് അല്ലെങ്കിൽ ഫോസ്ഫർ കോട്ടിങ് ഉണ്ട്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകും. ഇവിടെ ഫോസ്ഫർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, 2 സൈഡിലും ഇലക്ട്രോഡ് ഉണ്ട്. An electric current in the gas energizes mercury vapor which delivers ultraviolet radiation. The ultraviolet radiation causes the phosphor coating of the lamp inner wall to radiate visible light. ഇനി എന്ത് ചെയ്യുന്നു, സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്താണ്, ആ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അത് ഇതിൻ്റെ ഉള്ളിലെ മെർക്കുറി വേപ്പേഴ്സിന് എന്ത് ചെയ്യും, എനർജൈസ് ചെയ്യും. ആ എനർജൈസ് ചെയ്യുന്ന മെർക്കുറി വേപ്പേഴ്സ് എന്ത് എമിറ്റ് ചെയ്യും, അൾട്രാ വയലറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്താണ്, നമുക്ക് വിസിബിൾ ആണോ, ഇല്ല, നമുക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻ കാണാൻ വേണ്ടി പറ്റില്ല. ആ അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്ത് ചെയ്യും, ആ ഫോസ്ഫർ കോട്ടിങ്ങിൽ പോയി സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് വിസിബിൾ ലൈറ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് അൾട്രാ വയലറ്റ് റേഡിയേഷൻ കോസസ് ദ ഫോസ്ഫർ കോട്ടിംഗ് ഓഫ് ദ ലാമ്പ് ഇന്നർ വാൾ ടു റേഡിയേറ്റ് വിസിബിൾ ലൈറ്റ്. മീൻസ് ആ ഫോസ്ഫർ കോട്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അൾട്രാ വയലറ്റ് റേഡിയേഷനെ വിസിബിൾ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യലാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഇറ്റ് പ്രൊവൈഡ്സ് സോഫ്റ്റ് യൂണിഫോം ലൈറ്റ് ഓവർ എ ലാർജ് ഏരിയ. അടുത്തത് നോൺ കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സസ് ആണ്. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സസ് ആണ്. അതിൽ ഇലക്ട്രോണിക് ഫ്ലാഷ് അല്ലെങ്കിൽ സ്ട്രോബോസ്കോപ്പിക് ലൈറ്റ്.
It uses a synchronized pulse of light to inspect moving components. It makes rotary or moving component appear still so that the component can be inspected accurately. A lamp made to flash intermittently, especially for this purpose. ഇത് നോൺ കണ്ടിന്യൂസ് ലൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഫാൻ എന്താണ് കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഫാനാണ്. പക്ഷേ ഇത് നമുക്ക് എന്താണ് സ്റ്റേഷനറി ആയിട്ടാണ് കാണുന്നതല്ലേ. അത് തന്നെയാണ് എന്ത് ഈ നോൺ കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് കമ്പോണൻസ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സ്ട്രോബോസ്കോപ്പിക് ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് അത് നമുക്ക് സ്റ്റേഷനറി, ആ റൊട്ടേറ്റിംഗ് എലമെൻ്റ് എന്താണ് സ്റ്റേഷനറി ആയിട്ട് തോന്നും. ലൈറ്റ് സോഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ഫാൻ എന്താണ് റൊട്ടേറ്റിംഗ് ആണ്. ആ ലൈറ്റ് സോഴ്സസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഫാൻ എന്താണ് സ്റ്റേഷനറി ആയിട്ട് നമുക്ക് തോന്നും. ആ സമയത്ത് എന്താണ് അതിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ നോൺ കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. എന്താണ് എ ലാമ്പ് മെയ്ഡ് ടു ഫ്ലാഷ് ഇൻ്റർമിറ്റൻ്റ്ലി, അത് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഫ്ലാഷ് ചെയ്യുന്ന ലാമ്പാണ് ഈ പർപ്പസിന് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്പെഷ്യൽ ലൈറ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ ഫ്രണ്ട് ലൈറ്റിംഗ് അല്ലെങ്കിൽ ഫ്രണ്ട് ഇല്യൂമിനേഷൻ എന്ന് പറയും. ദ ലൈറ്റ് സോഴ്സ് ആൻഡ് ഇമേജ് സെൻസർ ആർ പ്ലേസ്ഡ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി കമ്പോണൻറ്റ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് കൺവീനിയൻറ്റ് മോഡ് ഫോർ ദി മെഷീൻ വിഷൻ സിസ്റ്റം. ഫ്രണ്ട് ലൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഈ ടാർഗറ്റ് എന്ന് എഴുതിയിരിക്കുന്നതാണ് എനിക്ക് എൻ്റെ ഒബ്ജക്റ്റ് എന്നല്ല സ്പെസിമെൻ എന്ന് പറയുന്നത്. അതിൻ്റെ സെയിം സൈഡിൽ തന്നെ എന്തുണ്ട് ഇമേജ് സെൻസേഴ്സും ലൈറ്റ് സോഴ്സും പ്ലേസ് ചെയ്യുന്നുണ്ട്. അത്തരം അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണെന്ത് ഫ്രണ്ട് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ബാക്ക് ലൈറ്റിംഗ് എന്താണ്? ദ ലൈറ്റ് സോഴ്സ് ആൻഡ് ഇമേജ് സെൻസർ ആർ പ്ലേസ്ഡ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി കമ്പോണൻറ്റ്. അതായത് ഒബ്ജക്റ്റ് ഈസ് ഇലൂമിനേറ്റഡ് ഫ്രം ബിഹൈൻഡ്. എന്താണ് ഇതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്, സ്പെസിമെൻ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് എന്തുണ്ടാവുക ലൈറ്റ് സോഴ്സും അതായത് ഇമേജ് സെൻസറും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അത്തരം ഇലൂമിനേഷൻ എന്താ പറയുക ബാക്ക് ലൈറ്റിംഗ് അല്ലെങ്കിൽ ബാക്ക് ഇലൂമിനേഷൻ എന്നാണ് പറയുക. അടുത്തത് സ്ട്രക്ചേർഡ് ലൈറ്റിംഗ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലൈറ്റ് സോഴ്സ് ആൻഡ് ഒപ്റ്റിക്കൽ എലമെൻറ്റ് ടു ഫോം എ ലൈൻ ഓഫ് സൈറ്റ്. സ്ട്രക്ചേർഡ് ലൈറ്റിംഗ് വെച്ചാൽ എന്താണ് അവർ ലൈറ്റ് സോഴ്സും ഉണ്ട് പിന്നെ ഒരു ഒപ്റ്റിക്കൽ എലമെൻറ്റും ഉണ്ട്. ആ രണ്ടും കൂടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ ലൈൻ ഓഫ് ലൈറ്റ്. അത് രണ്ട് രീതിയിലാണ്. എ ലൈൻ ഓഫ് ലൈറ്റ് ക്യാൻ ബി ഫോംഡ് ഇൻ ടു വേയ്സ്. ഏതൊക്കെയാണ്? ബൈ പ്ലേസിങ് എ സെമി സിലിണ്ടറിക്കൽ ലെൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ലൈറ്റ് സോഴ്സ്. ഒരു ലൈറ്റ് സോഴ്സിൻ്റെ മുമ്പിൽ എന്താണ് സെമി സിലിണ്ടറിക്കൽ ലെൻസ് ഇത് പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ലൈൻ ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബൈ യൂസിങ് സ്കാനിങ് മിറർ ടു ഡിറ്റക്ട് എ ലേസർ ബീം. ഫോർത്ത് വൺ സ്ട്രോബ് ലൈറ്റിംഗ്. അത് ഓൾറെഡി പറഞ്ഞാണ്. സ്ട്രോബ് ലൈറ്റിംഗ് ഈസ് യൂസ്ഡ് ടു image moving object or still object with a potential movement. In this technique, a pulse of light illuminates the object momentarily. സ്ട്രോബ് ലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ മൂവിങ് ഒബ്ജക്റ്റിലേക്ക് സ്ട്രോബ് ലൈറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് അത് സ്റ്റേഷനറി ആയിട്ട് ഇത് ഫീൽ ചെയ്യും. ആ മൂവിങ് ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന കണക്കിന് തോന്നും. അത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് അൾട്രാ വയലറ്റ് ലൈറ്റിംഗ്. Ultraviolet light causes fluorescent material to glow and is used in liquid penetrant and magnetic particle testing for detecting discontinuities. ഫ്ലൂറസെൻ്റ് ലാമ്പ് പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അൾട്രാവയലറ്റ് ലൈറ്റ് നമുക്ക് ഒരിക്കലും കാണാൻ വേണ്ടി പറ്റില്ല. ഹ്യൂമൻ ഐസിന് അൾട്രാവയലറ്റ് ലൈറ്റ്സ് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്താണ് അത് ഫ്ലൂറസെൻ്റ് മെറ്റീരിയലിൽ പോയി സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് ഗ്ലോ ചെയ്യും. അതാണ് അൾട്രാവയലറ്റ് ലൈറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? ലിക്വിഡ് പെനിട്രൻ്റ് ആൻഡ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഒപ്റ്റിക്കൽ ഫിൽട്ടറിംഗ്. ഇമേജ് സെൻസേഴ്സ് യൂസ്ഡ് ഇൻ മെഷീൻ വിഷൻ സിസ്റ്റം ഡിറ്റക്ട് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ദ വിസിബിൾ റേഞ്ച്. ഇഫ് ഓൺലി എ പോർഷൻ ഓഫ് വിസിബിൾ സ്പെക്ട്രം ഈസ് ഓഫ് ഇൻട്രസ്റ്റ്, എ ഫിൽട്ടർ ഇൻ ഫ്രണ്ട് ഓഫ് സെൻസർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി ഇമേജ്. നോർമലി ഉപയോഗിക്കുന്ന ഇമേജ് സെൻസേഴ്സ് എന്താണ് വിസിബിൾ സ്പെക്ട്രത്തിലുള്ള എല്ലാ ലൈറ്റും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താ നമുക്കതിന് ഒരു പ്രാക്ടിക്കൽ കേസിൽ ആ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള എല്ലാ ലൈറ്റും നമുക്ക് ആവശ്യമില്ല. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. ആ സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് ഒപ്റ്റിക്കൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിക്കുക. ഫിൽറ്ററിംഗ് കൺസെപ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ആ ഫിൽറ്ററിലോട്ട് ഏതൊക്കെ വരുന്നുണ്ട്? ഈ 3 ലൈറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ. പക്ഷെ എന്താ ഈ ലൈറ്റ്സൊക്കെ റെഡും ബ്ലൂ എന്ത് ചെയ്തു അത് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആരെ മാത്രമേ പാസ് ചെയ്യിക്കുന്നുള്ളൂ? ഗ്രീൻ ലൈറ്റ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതായത് ബാക്കി ഫിൽറ്റർ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്തു പാസ് ചെയ്തു. അതാണ് ഒപ്റ്റിക്കൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. നോർമൽ സെൻസറിന് എന്താണ് എല്ലാ
ഇൻറ്റൻസ് എല്ലാ വേവ് ലെങ്ത്തിലുള്ളതും എന്താണ് അതിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് എന്താ ഒരു പർട്ടിക്കുലർ ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ക്ലാരിറ്റിയിൽ ഇമേജ് കിട്ടുന്നുണ്ട്, അത് മാത്രമേ വേണ്ടൂ. ആ കേസിലാണ് ഒപ്റ്റിക്കൽ ഫിൽറ്ററിങ് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫിൽറ്ററിങ്ങിൽ തന്നെ വരുന്നത് എന്താണ്, ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ വരുന്നത്. പക്ഷേ നമുക്കതിൽ വിസിബിൾ ലൈറ്റ് മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതേ. ബാക്കി എന്താണ്, ഇതൊക്കെ അൾട്രാവയലറ്റിൽ നിന്നും കാണാൻ വേണ്ടി പറ്റുന്നതല്ല. ഇനി എന്താണ്, ഈ വിസിബിൾ സ്പെക്ട്രത്തിൽ ഉള്ളത് തന്നെ എല്ലാം ആവശ്യമില്ല. ചില കേസിൽ എന്താണ് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ളത് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. ആ സമയത്താണ് ഒപ്റ്റിക്കൽ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൽ ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണ്? ബാൻഡ് പാസ് ഫിൽറ്റർ. ഇറ്റ് ട്രാൻസ്മിറ്റ് എ ബാൻഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആൻഡ് റിജക്റ്റ് ദ റിമൈനിങ്. ഒരു പർട്ടിക്കുലർ ബാൻഡ്, ഞാൻ കൺസിഡർ ചെയ്യുന്ന ബാൻഡ് ഇതാണ്. ഈ ഒരു ബാൻഡിലുള്ളത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ബാക്കി അതിന് പുറത്തുള്ളത് എന്താണ് ആവശ്യമില്ല എന്ന് വെച്ചോ. ആ സമയത്ത് ആരും ഉപയോഗിക്കുക, ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഷോർട്ട് പാസ് ഫിൽറ്റർ. ഇറ്റ് ട്രാൻസ്മിറ്റ് ദ വേവ്സ് ബിലോ കട്ട് ഓഫ് വേവ് ലെങ്ത്. ഇപ്പം നോർമൽ വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത് എത്രയാണ് വരുന്നത്? വയലറ്റ് ടു റെഡ് പോകുന്ന സമയത്ത് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണ്. ഷോർട്ട് പാസ് ഫിൽറ്റർ എന്ത് ചെയ്യും? ഇറ്റ് ട്രാൻസ്മിറ്റ് ദ വേവ് ലെങ്ത് ബിലോ എ കട്ട് ഓഫ് വേവ് ലെങ്ത്. ഞാനൊരു കട്ട് ഓഫ് വേവ് ലെങ്ത് കൊടുക്കുന്നത്, അതിന് ബിലോ വരുന്ന വേവ് ലെങ്ത് മാത്രമേ ആര് പാസ് ചെയ്യൂ? ഷോർട്ട് പാസ് ഫിൽറ്റർ പാസ് ചെയ്യലും. ലോങ് പാസ് ഫിൽറ്റർ ആണെങ്കിലോ ഇറ്റ് ട്രാൻസ്മിറ്റ് വേവ്സ് എബവ് ദി കട്ട് ഓഫ് വേവ് ലെങ്ത്. ഞാനിവിടെ ഒരു കട്ട് ഓഫ് കൊടുക്കുന്നത്, ഇനി ലോങ് പാസ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ആ കട്ട് ഓഫിന് മുകളിലുള്ള വേവ് ലെങ്ത് അത് മാത്രമേ ആര് പാസ് ചെയ്യിക്കുള്ളൂ? ലോങ് പാസ് ഫിൽറ്റർ പാസ് ചെയ്യിക്കുള്ളൂ. ഇനി ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സ്. ഇറ്റ് അറ്റനുവേറ്റ് ദ ലൈറ്റ് ലെവൽ ഇൻസിഡൻറ്റ് ഓൺ ദ ഇമേജ് സെൻസർ. ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? ആ ഇമേജ് സെൻസറിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ലെവലിനെ അറ്റനുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്? ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തത് ഇമേജ് സെൻസേഴ്സ്. The two main types of image sensors are image tube and solid state devices. First one, image tubes. These are used to generate a train of electrical pulses that represent light intensities present in an optical image focused on the tube. ഇവിടെ ഇമേജ് ട്യൂബിൽ ഒപ്റ്റിക്കൽ ഇമേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഒപ്റ്റിക്കൽ ഇമേജ് എന്ന് വെച്ചാൽ? ഒപ്റ്റിക്കൽ ഇമേജ് ഇസ് ദി അപ്പാരൻറ്റ് റീപ്രൊഡക്ഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഫ്രം റിഫ്ലക്റ്റഡ്, റിഫ്രാക്റ്റഡ് ഓർ ഡിഫ്രാക്റ്റഡ് ലൈറ്റ് വേവ്സ് വിച്ച് ഈസ് ഫോംഡ് ബൈ ലെൻസ് ഓർ മിറർ സിസ്റ്റം. ഒപ്റ്റിക്കൽ ഇമേജ് വെച്ചാൽ ഒന്നുമില്ല, എന്താണ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു അപ്പാരൻറ്റ് റീപ്രൊഡക്ഷനാണ്. ഇതിൽ നിന്നാണ് ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ഒന്നുകിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഒക്കെ നടക്കാം. ആ ലൈറ്റ് വേവ്സ് ഉപയോഗിച്ചിട്ട് പിന്നെ ലെൻസും മിററൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് ഒരു അപ്പാരൻ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ട് ആലോചിക്കുന്ന സമയത്ത് എന്താ ഒപ്റ്റിക്കൽ ഇമേജ് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഇമേജ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇമേജ് ട്യൂബ്സ് എന്താണ് ഉപയോഗിക്കുന്നത്? ദീസ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് എ ട്രെയിൻ ഓഫ് ഇലക്ട്രിക്കൽ പൾസസ്. എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇമേജ് ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ പൾസസ് ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ പൾസസ് ആണ്. പക്ഷേ അത് ആരാ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആരൊക്കെ പ്രൊപ്പോർഷണലായിട്ടാണ്? ആ ഒപ്റ്റിക്കൽ ഇമേജ് പറഞ്ഞാൽ ജസ്റ്റ് ലൈറ്റ് ഇമേജ്, ആ ലൈറ്റ് ഇൻറ്റൻസിറ്റീസ് അതിന് പ്രൊപ്പോർഷണലായിട്ട് ആ ലൈറ്റ് ഇൻറ്റൻസിറ്റീസ് എവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്? ആ ഇമേജ് ട്യൂബിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് ഒരു ഇമേജ് ട്യൂബിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും? അത് ഇലക്ട്രിക്കൽ പൾസസ് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക്കൽ പൾസസ് പറഞ്ഞാൽ ആർക്ക് പ്രൊപ്പോർഷണലായിരിക്കും? ആ ലൈറ്റ് ഇൻറ്റൻസിറ്റിന് പ്രൊപ്പോർഷണലായിട്ട് ഇലക്ട്രിക്കൽ പൾസസ് ജനറേറ്റ് ചെയ്യും. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഇലക്ട്രിക്കൽ പൾസസ് ജനറേറ്റ് ചെയ്യും. അതാണ് ആര് ചെയ്യുന്നത്? ഇമേജ് ട്യൂബ് ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റ് വൺ, സോളിഡ് സ്റ്റേറ്റ് ഇമേജിംഗ് ഡിവൈസസ്. The principle is based on photoelectric effect and the fact that free electrons are generated in a region of silicon illuminated by photons. The number of free electrons is linearly proportional to the incident photon. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ? സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം പോലുള്ള മെറ്റീരിയൽ അതിൽ ലൈറ്റ് എല്ലാം ഫോട്ടോൺസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇലക്ട്രോൺസ് അത് എമിറ്റ് ചെയ്യും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ അങ്ങനെ ഉപയോഗിക്കാം. ഇഫ് ദ പാറ്റേൺ ഓഫ് ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി ഈസ് എൻ ഒപ്റ്റിക്കൽ ഇമേജ് ഓഫ് എൻ ഒബ്ജെക്ട്, ദെൻ ചാർജ്ഡ് പാക്കറ്റ്സ് ജനറേറ്റഡ് ഫോം എൻ ഇലക്ട്രിക്കൽ ഇമേജ് ഓഫ് ദി ഒബ്ജെക്ട്. അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ വെറുതെ ഒരു ലൈറ്റ് സോഴ്സ് വരുന്നത്, ഓക്കെ, അതാണ് ജനറൽ തിയറി പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ ഈ വരുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ആരാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് ആണ്. അതായത് ആ ലൈറ്റ് ഇമേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ
ലൈറ്റ് ഇമേജാണ് നമുക്ക് ഈ മെറ്റീരിയലിലോട്ട് ഇൻപുട്ടായിട്ട് വരുന്നത്. ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അതിൽ ഇൻസിഡൻ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും, അതായത് ചാർജ് പാക്കറ്റ്സ് ജനറേറ്റ് ചെയ്യും. അത് അന്നേരം ആർക്ക് പ്രൊപ്പോർഷണലായിരിക്കും, ആ വരുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിന് പ്രൊപ്പോർഷണലായിരിക്കും അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ദ ചാർജ് പാക്കറ്റ്സ് ജനറേറ്റഡ് ഫ്രോം ദി ഇലക്ട്രിക്കൽ ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇവിടെ വരുന്ന ആ ലൈറ്റ് സോഴ്സ്, ഇവിടത്തോട്ട് ഇൻസിഡൻ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇമേജാണ്, കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജാണ്. ആ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലായിട്ടാണ് ആ ചാർജ് അല്ല ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. അന്നേരം എന്താ, ആ ചാർജ് പാക്കറ്റ്സ് എന്തായിരിക്കും, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒബ്ജക്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ഇമേജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതാണ് സോളിഡ് സ്റ്റേറ്റ് ഇമേജിംഗ് ഡിവൈസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.